സ്റ്റുഡൻസ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA ഹിസ്റ്ററിയുടെ 6th സെമസ്റ്ററിൻ്റെ ഒരു പേപ്പറാണ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. അതിൻ്റെ സെക്കൻഡ് മൊഡ്യൂളാണ് നമ്മൾ നോക്കുന്നത്. ഇനി എന്താണ് UN ജനറൽ അസംബ്ലി അഥവാ ഐക്യരാഷ്ട്ര പൊതുസഭ എന്ന് നോക്കാം. ഐക്യരാഷ്ട്രസഭയുടെ 6 പ്രധാന ഘടകങ്ങളിലൊന്നാണ് ഐക്യരാഷ്ട്ര പൊതുസഭ അഥവാ യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി. ഐക്യരാഷ്ട്രസഭയുടെ അംഗരാഷ്ട്രങ്ങൾക്കെല്ലാം തുല്യ പ്രാതിനിധ്യമുള്ള ഏക ഘടകവും അതിൻ്റെ പ്രധാന ചർച്ചാവേദിയും എന്ത് തന്നെയാണ്? പൊതുസഭയാണ്. ഇപ്പോൾ സമാധാനം, സുരക്ഷ, ഐക്യരാഷ്ട്രസഭയുടെ ബഡ്ജറ്റ്, പുതിയ രാജ്യങ്ങളുടെ അംഗത്വം തുടങ്ങിയ പ്രധാന കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരവും ഏതിനുണ്ട്? പൊതുസഭയ്ക്കുണ്ട്. അപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ 6 പ്രധാന ഘടകങ്ങളിലൊന്നാണ് ഏത്? ഐക്യരാഷ്ട്രസഭ പൊതുസഭ അഥവാ യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി എന്ന് പറഞ്ഞാൽ ഐക്യരാഷ്ട്രസഭയുടെ അംഗരാഷ്ട്രങ്ങൾക്കെല്ലാം തുല്യ പ്രാതിനിധ്യമുള്ള ഏക ഘടകവും അതിൻ്റെ പ്രധാന ചർച്ചാവേദിയും പൊതുസഭയാണ്. സമാധാനം, സുരക്ഷ, ഐക്യരാഷ്ട്രസഭയുടെ ബഡ്ജറ്റ്, പുതിയ രാജ്യങ്ങളുടെ അംഗത്വം തുടങ്ങിയ സുപ്രധാന കാര്യങ്ങൾ തീരുമാനമെടുക്കാനുള്ള അധികാരവും പൊതുസഭയ്ക്കുണ്ട്. പ്രസിഡന്റ് അഥവാ സെക്രട്ടറി ജനറലിന്റെ അധ്യക്ഷതയിൽ സാധാരണയായി സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ നീളുന്ന വാർഷിക സമ്മേളനമായിട്ടാണ് പൊതുസഭാ സമ്മേളനം ചേരുന്നത്. ആവശ്യമെങ്കിൽ പൊതുസഭാ യോഗങ്ങൾ അതിനുശേഷം വീണ്ടും വിളിച്ചു ചേർക്കാനും വ്യവസ്ഥകൾ നിലവിലുണ്ട്. അപ്പോൾ 51 അംഗരാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികളുമായിട്ട് 1946 ജനുവരി 10 ലണ്ടനിലെ വെസ്റ്റ്മിനിസ്റ്റർ സെൻട്രൽ ഹാളിലാണ് പൊതുസഭയുടെ ആദ്യത്തെ യോഗം ചേർന്നിട്ടുള്ളത്. മനുഷ്യാവകാശങ്ങളുടെ അന്താരാഷ്ട്ര നിയമത്തിൻ്റെ പരിണാമം 1945 മുതലുള്ള അന്താരാഷ്ട്ര നിയമത്തിൻ്റെ വികാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, 6 പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണ് ഐക്യരാഷ്ട്ര പൊതുസഭ എന്ന് പറഞ്ഞാൽ. 1947 മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനം നടക്കുന്നത്. പൗരരാഷ്ട്രീയ അവകാശങ്ങളെക്കുറിച്ചുള്ള നിരവധി കൺവെൻഷനുകൾക്കും കോൺഫറൻസുകൾക്കും ഇത് ജന്മം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാലയളവിൽ സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികവുമായ അവകാശങ്ങളെക്കുറിച്ച് ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ മനുഷ്യാവകാശങ്ങളിൽ ഒരു പുതിയ ആശയം ഉയർത്തിക്കൊണ്ട്, അതായത് ആദ്യ 2 ഘട്ടങ്ങളിലെ വ്യക്തിഗത അവകാശങ്ങൾക്ക് പുറമെ സ്വയം നിർണയാവകാശം, വികസനത്തിനുള്ള അവകാശം തുടങ്ങിയ കൂട്ടായ ഗ്രൂപ്പ് അവകാശങ്ങളും ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 1946 ജനറൽ അസംബ്ലിയുടെ മേൽനോട്ടത്തിൽ യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ട് സ്ഥാപിതമായി. ഇപ്പോൾ അത് വികസ്വര രാജ്യങ്ങളിലെ കുട്ടികളുടെയും അമ്മമാരുടെയും ജീവിത ലഭ്യത മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്കായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷണർ ഫോർ റെഫ്യൂജീസ് 1951 ജനുവരി 1 ജനറൽ അസംബ്ലി സ്ഥാപിച്ചു. ലോകമെമ്പാടുമുള്ള അഭയാർത്ഥികളെ സഹായിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനം. മനുഷ്യാവകാശങ്ങൾക്കുള്ള ഹൈ കമ്മീഷനുടെ പ്രവർത്തനത്തിന് 1954 1981 നോബൽ സമ്മാനങ്ങൾ നേടി. ഇത് 1993 സ്ഥാപിതമായി. നിലവിൽ 116 അംഗരാഷ്ട്രങ്ങൾ ഇതിലെ അംഗങ്ങളാണ്. ഇപ്പോൾ ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശങ്ങൾ മെച്ചപ്പെടുത്തുകയും നടപ്പിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് പറയാനുള്ളത് എന്താണ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ എന്നതിനെ കുറിച്ചാണ്. ഇനി എന്താണ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ എന്ന് നോക്കാം. ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശങ്ങളുടെ പ്രോത്സാഹനവും സംരക്ഷണവും ശക്തിപ്പെടുത്തുന്നതിനും മനുഷ്യാവകാശ ലംഘനങ്ങളുടെ സാഹചര്യങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനും അവയെക്കുറിച്ച് ശുപാർശകൾ നൽകുന്നതിനും ഉത്തരവാദിത്തമുള്ള ഐക്യരാഷ്ട്രസഭാ സംവിധാനത്തിനുള്ളിലെ ഒരു അന്തർ സർക്കാർ സ്ഥാപനമാണ് ഇത് മനുഷ്യാവകാശ കൗൺസിൽ എന്ന് പറഞ്ഞാൽ. ശ്രദ്ധ ആവശ്യമുള്ള എല്ലാ പ്രമേയപരമായ മനുഷ്യാവകാശ പ്രശ്നങ്ങളും സാഹചര്യങ്ങളും ചർച്ച ചെയ്യാനുള്ള ഒരു വേദിയാണിത്. ജനീവയിലെ യുണൈറ്റഡ് നേഷൻസ് ഓഫീസിലാണ് ഈ ഒരു കൗൺസിൽ സമ്മേളിക്കുന്നത്. UN മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടു. അതിൻ്റെ തുടക്കത്തിൽ പ്രധാന വ്യക്തിഗത അംഗങ്ങളെ ഉൾപ്പെടുത്തി കമ്മീഷൻ അംഗങ്ങൾ അവരുടെ സർക്കാരുകളുടെ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വയ്ക്കുന്നതിന് പകരം സ്വതന്ത്ര വിദഗ്ധരായി പ്രവർത്തിക്കണമെന്ന് ഈ വ്യക്തികൾ നിർദ്ദേശിച്ചു. സർക്കാരുകൾ തന്നെ ഈ നിർദ്ദേശങ്ങൾ എന്ത് ചെയ്തു? നിരസിച്ചു. തിരഞ്ഞെടുക്കപ്പെട്ട 18 UN അംഗരാജ്യങ്ങളിൽ നിന്നുള്ള സർക്കാർ പ്രതിനിധികൾ കമ്മീഷനിൽ ഉൾപ്പെടണമെന്ന് UN അംഗരാജ്യങ്ങൾ തീരുമാനിച്ചു. സർക്കാർ പ്രതിനിധികളുടെ ഈ അംഗത്വം 1967 32 പിന്നീട് 53 അംഗങ്ങളായും വികസിപ്പിച്ചു. 2006 കമ്മീഷൻ നിർത്തലാക്കുകയും പകരം 47 അംഗ മനുഷ്യാവകാശ കൗൺസിൽ രൂപീകരിക്കുകയും ചെയ്തു. തെരഞ്ഞെടുത്ത രാജ്യങ്ങളിലെ ലംഘനങ്ങളെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി കമ്മീഷൻ ഒരു പ്രത്യേക നടപടിക്രമം വികസിപ്പിച്ചെടുത്തു.
രാജ്യമോ വിഷയ വിദഗ്ധരോ ആയി വരുന്ന വ്യക്തികൾ മുഖേന ഈ വിദഗ്ധർ ബന്ധപ്പെട്ട UN ബോഡികൾക്ക് റിപ്പോർട്ടുകൾ സമർപ്പിച്ചു. ഇനി എന്താണ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് 1948 നോക്കാം. അതായത് 1948 സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനത്തെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യന് ജന്മസിദ്ധമായി ലഭിക്കുന്ന അവകാശമാണ് മനുഷ്യാവകാശം എന്ന് പറഞ്ഞാൽ. സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കൊപ്പം രൂപാന്തരത്തിന് വിധേയമായ പ്രകൃതി അനുസരണ നിയമങ്ങളാണ് മനുഷ്യാവകാശങ്ങളായിട്ട് മാറിയത്. 1948 ഡിസംബർ 10 പാരീസിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ പാസാക്കി അംഗീകരിച്ചതാണ് അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ. ഇപ്പം 2ാം ലോക മഹായുദ്ധത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന മനുഷ്യജീവികൾക്ക് സ്വാഭാവികമായുള്ള അവകാശങ്ങളെ പറ്റിയുള്ള ആദ്യ ആഗോള പ്രഖ്യാപനമാണ് ഇത് അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ. പിന്നീട് അന്താരാഷ്ട്ര ഉടമ്പടികളുടെ ഭാഗമായിട്ടും ദേശീയ ഭരണഘടനയുടെ ഭാഗമായിട്ടും പ്രാദേശിക മനുഷ്യാവകാശ പ്രമാണങ്ങളായിട്ടും വിവിധ നിയമങ്ങളായിട്ടും മനുഷ്യാവകാശ പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട്. വിവിധ നിയമങ്ങളായിട്ടും മാറിയ 30 അനുച്ഛേദങ്ങളാണ് ഈ പ്രഖ്യാപനത്തിലുള്ളത്. അപ്പോൾ അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനം സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക അവകാശങ്ങൾക്കായുള്ള അന്താരാഷ്ട്ര ഉടമ്പടി, സിവിൽ രാഷ്ട്രീയ അവകാശങ്ങൾക്കായുള്ള അന്താരാഷ്ട്ര ഉടമ്പടി ഇവയെ ചേർത്ത് അന്താരാഷ്ട്ര മനുഷ്യാവകാശ ബില്ല് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന് 60 വയസ്സ് തികയുമ്പോൾ അതിൻ്റെ പ്രസക്തി വിലയിരുത്തുമ്പോൾ മനുഷ്യാവകാശങ്ങളുടെ തത്വചിന്ത പ്രചരിപ്പിക്കുന്നതിനും പ്രചോദനം നൽകുന്ന നിയമഗ്രന്ഥങ്ങളുടെയും തീരുമാനങ്ങളുടെയും കാര്യത്തിലും പ്രഖ്യാപനത്തിന് വളരെ വലിയ സ്വാധീനമുണ്ട് മനസ്സിലാക്കാൻ പറ്റും. 300-ലധികം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട അവരുടെ അവകാശങ്ങൾ മാനിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യണമെന്നാണ് ലോകമെമ്പാടുമുള്ള ആളുകളും വ്യക്തികളും ഉന്നയിക്കുന്ന ആവശ്യങ്ങളുടെ കേന്ദ്രബിന്ദു. അപ്പോൾ അവകാശങ്ങളുടെ ബില്ലിനെ അടിസ്ഥാനമാക്കി ചില ഭരണഘടനകളും അതിൻ്റെ വ്യവസ്ഥകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ദേശീയ, അന്തർദേശീയ കോടതികൾ അവരുടെ വിധിന്യായത്തിൽ പ്രഖ്യാപനം പ്രയോഗിച്ചു. ഒരു നിയമോപകരണത്തിൻ്റെ രൂപത്തിലല്ലെങ്കിലും പ്രഖ്യാപനത്തിൽ യഥാർത്ഥ മനുഷ്യാവകാശ ബാധ്യതകൾ അടങ്ങിയിട്ടുണ്ടെന്ന് UN-ലെ അംഗരാജ്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ 1968 ടെഹ്റാൻ ഇൻ്റർനാഷണൽ കോൺഫറൻസ് മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള ആദ്യ ലോക സമ്മേളനം മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനം മനുഷ്യ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും അനിഷേധ്യവും അലംഘനീയവുമായ അവകാശങ്ങളെക്കുറിച്ച് ലോക ജനതയുടെ പൊതുവായ ധാരണ എടുത്തു കാണിക്കുന്നുണ്ട്. ഇപ്പോൾ അന്താരാഷ്ട്ര കമ്മ്യൂണിറ്റിയിലെ അംഗങ്ങൾക്ക് ഒരു ബാധ്യതയാണെന്ന് പറയുന്നുണ്ട്. 1948 സാർവത്രിക പ്രഖ്യാപനം പ്രഖ്യാപിക്കുകയും അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ബാധ്യതകൾ തുടർച്ചയായി സ്ഥിരീകരിക്കുകയും ചെയ്തുകൊണ്ട് UN ജനറൽ അസംബ്ലി മനുഷ്യാവകാശം എന്ന പ്രയോഗത്തിന് ഒരു അന്താരാഷ്ട്ര അർത്ഥം നൽകി. ആർട്ടിക്കിൾ 1 1789 ഫ്രഞ്ച് പ്രഖ്യാപനത്തിന് സമാനമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് പ്രഖ്യാപനത്തെ അടിസ്ഥാനമാക്കിയുള്ള ദാർശനിക അടിത്തറയെ അവിടെ പറയുന്നുണ്ട്. എല്ലാ മനുഷ്യരും സ്വതന്ത്രരാണ്, അന്തസ്സിലും അവകാശങ്ങളിലും തുല്യരാണ്, അവർക്ക് യുക്തിയും മനസാക്ഷിയുമുണ്ട്, പരസ്പരം സാഹോദര്യത്തിൻ്റെ മനോഭാവത്തിൽ പ്രവർത്തിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രഖ്യാപനം മാനുഷിക അന്തസ്സിൻ്റെ അന്തർലീനമായ മൂല്യത്തെ ഊന്നിപ്പറയുന്നതാണ്. അത് ഒരു തരത്തിലുള്ള വ്യത്യാസവുമില്ലാതെ അംഗീകരിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ അവകാശങ്ങളുടെ പൂർണ്ണമായ സാക്ഷാത്കാരത്തിന് ഒരു സാമൂഹിക ക്രമത്തിൻ്റെ ആവശ്യകത തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രഖ്യാപനം മനുഷ്യാവകാശങ്ങൾ വിനിയോഗിക്കുന്നതിന് ചില പരിമിതികൾ നിശ്ചയിക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 29 വ്യക്തി സമൂഹത്തോട് ചില കാര്യങ്ങളിൽ കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതായത് അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ സ്വാതന്ത്ര്യവും പൂർണ്ണമായ വികസനവും സാധ്യമാവണമെങ്കിൽ സമൂഹവുമായി ഉള്ള കടപ്പാടിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ വ്യക്തി
വ്യക്തിത്വത്തിൻ്റെ സ്വാതന്ത്ര്യവും പൂർണ്ണമായ വളർച്ചയെ സുസാധ്യമാക്കുന്ന സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് ഏതൊരാളുടെയും കടമയാണെന്ന് പറയുന്നുണ്ട്. നിയമാനുസൃതമായ അന്യരുടെ അവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും വകവെച്ചു കൊടുക്കുക, സദാചാര പാരമ്പര്യത്തെ പുലർത്തുക, പൊതുജനക്ഷേമത്തെ നിലനിർത്തുക എന്നീ തത്വങ്ങളെ മാനദണ്ഡമാക്കിയിട്ടായിരിക്കണം ഏതൊരാളും അവരുടെ അവകാശത്തെയും സ്വാതന്ത്ര്യത്തെയും പ്രവൃത്തിയിൽ കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ തത്വങ്ങൾക്കും ആവശ്യങ്ങൾക്കും എതിരായിട്ട് ഒരിക്കലും ഈ അവകാശങ്ങളെ ഉപയോഗപ്പെടുത്താൻ പാടില്ല എന്ന് ഇതിൽ പറയുന്നുണ്ട്. നിലവിലുള്ള അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമവുമായി പൊരുത്തപ്പെടണം, അടിസ്ഥാന സ്വഭാവമുള്ളവരായിരിക്കുകയും മനുഷ്യ വ്യക്തിയുടെ അന്തർലീനമായ മാന്യതയിൽ നിന്നും മൂല്യത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരികയും ചെയ്യുക, തിരിച്ചറിയാവുന്നതും പ്രയോഗിക്കാവുന്നതുമായ അവകാശങ്ങളും കടമകളും സൃഷ്ടിക്കാൻ വേണ്ടത്ര കൃത്യത പുലർത്തുക, റിപ്പോർട്ടിംഗ് സംവിധാനങ്ങൾ ഉൾപ്പെടെ ഉചിതവും യാഥാർത്ഥ്യബോധമുള്ളതും ഫലപ്രദവുമായ നടപ്പാക്കൽ യന്ത്രങ്ങൾ നൽകുക, വിശാലമായ അന്താരാഷ്ട്ര പിന്തുണ ആകർഷിക്കുക. ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളെന്ന് പറഞ്ഞാൽ. ഇതിലാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ എന്താണ് ഇൻ്റർനാഷണൽ കവനൻസ് നോക്കാം. ഓക്കെ, താങ്ക് യു.